ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ദിസ് ഈസ് സ്വൈനീസ് വ്ലോഗ് വേൾഡ്. അപ്പം നമ്മളിന്ന് എൻ്റെ സ്കൂളിലാണ് നിൽക്കുന്നത്. കാര്യവട്ടം ഗവൺമെൻറ് UPSന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് എന്താണെന്ന് അറിയണ്ടേ, ഇപ്പോൾ നല്ലൊരു ഉത്സവമേളമാണ്. കാരണം നമ്മുടെ ജൂൺ 3 സ്കൂളുകളൊക്കെ തുറക്കുകയാണ്. അപ്പോൾ എല്ലാ സ്കൂളുകളും തുറക്കുകയാണ്. 2 മാസത്തെ അവധി കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് വരികയാണ്. അപ്പോൾ ചിലർ കരയും ചിരിക്കും. പ്രകൃതി നമ്മോടൊപ്പം തന്നെ അടിപൊളിയായിട്ട് നമ്മളോടൊപ്പം സഹകരിച്ച് നിന്ന്, സാധാരണ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നല്ല മഴയും കാറ്റുമൊക്കെ ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ല തെളിഞ്ഞ വെളിച്ചത്തിലായിരുന്നു നമ്മുടെ സ്കൂളുകൾക്ക് മുഴുവൻ. പിന്നെ നമ്മുടെ സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും ബുക്കും കുടയും ബാഗും ഇൻസ്ട്രുമെൻറ്റ് ബോക്സും എല്ലാം നമുക്ക് സ്പോൺസർ ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കിട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുൻ മന്ത്രിയും ഇപ്പോഴത്തെ നമ്മുടെ കഴക്കൂട്ടത്തെ MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവറുകളാണ് നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമുക്ക് കടകംപള്ളി സുരേന്ദ്രൻ സർ ഒരുപാട് സഹായങ്ങൾ നമ്മുടെ സ്കൂളിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട പഠനോപകരണങ്ങളായ ബുക്കുകൾ, കുടകൾ, ഇൻസ്ട്രുമെന്റ് ബോക്സുകൾ എന്നിവയെല്ലാം നമ്മുടെ സ്കൂളിനായി സംഭാവന നൽകിയിട്ടുള്ളത് നേരിട്ട് നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻകൈയെടുത്ത് നമ്മുടെ ക്ഷേമത്തിനു വേണ്ടി നിലകൊണ്ടിരിക്കുന്ന നമ്മുടെ കാര്യവട്ടം ബിജുമാമന്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കൂട്ടുകാർ, സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഈ സ്കൂളിന്റെ സംഭാവനയായി നൽകിയിട്ടുള്ളതാണ് ഈ പഠനോപകരണങ്ങൾ. ഈ പഠനോപകരണങ്ങൾ എല്ലാം തന്നെ തന്നവരോട് നമ്മൾ വിദ്യാർത്ഥികൾ എന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി പൗച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം സന്തോഷവാന്മാരാണ്. അപ്പോൾ നമ്മുടെ PTA മദേഴ്സ് PTA എല്ലാവരും നമുക്ക് നല്ല രുചികരമായ സ്വാദിഷ്ടമായ നല്ല പായസം തന്നിരുന്നു. അപ്പൊ കൂട്ടുകാരെ, ഞാൻ പായസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തെ, ചില കൂട്ടുകാരൊക്കെ ഈ 4, 3, 5 ഗ്ലാസ്സും ഒക്കെ വാങ്ങിച്ച് കുടിക്കുന്നത് ഞാൻ കണ്ടു. അത്ര സ്വാദിഷ്ടകരമാണെന്നാണ് അപ്പൊ നമുക്ക് ഇതിലൂടെ മനസ്സിലാകുന്നത്. അപ്പൊ കൂട്ടുകാർ, ഈ പ്രവേശനോത്സവത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയ നമ്മുടെ വട്ടപ്പറമ്പിൽ പീതാംബരൻ സാറിന്റെ അതിമനോഹരമായിട്ടുള്ള പ്രസംഗമാണ്. സാറിന്റെ പ്രസംഗത്തിൽ നിരവധി പാട്ടുകളും കുരവയും കൂക്കുവിളിയും ഉണ്ടായിരുന്നു, ആർപ്പുവിളികളും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കൊണ്ട് അദ്ദേഹം പാട്ട് പാടിച്ചും ആർപ്പ് വിളിച്ചും വളരെ സജീവമായ ചടങ്ങ് നിലനിർത്താൻ വേണ്ടി വട്ടപ്പറമ്പിൽ പീതാംബരൻ സാർ സഹായിച്ചു. നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ കൃഷ്ണൻകുട്ടി നായർ മടവൂർ സാറിന് പ്രത്യേക ക്ഷണപ്രകാരമാണ് പീതാംബരൻ സാർ എത്തിയത്. വട്ടപ്പറമ്പിൽ പീതാംബരൻ സാർ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള മലയാള സാഹിത്യകാരനായിട്ടുള്ള വട്ടപ്പറമ്പിൽ ഗോപിനാഥ പിള്ള സാറിന്റെ അനിയനാണ്. ഇദ്ദേഹം ഇവിടെ വന്നതിൽ നമുക്ക് ഏവർക്കും സന്തോഷം അറിയിക്കുകയും കൂടി ചെയ്യുകയാണ്. അപ്പൊ കൂട്ടുകാരെ, ഇനി നമുക്ക് നമ്മുടെ പീതാംബരൻ സാറിന്റെ പ്രസംഗം കുറച്ച് കേൾക്കാം. തുടങ്ങിക്കൊണ്ട് നമുക്ക് എന്റെ പ്രസംഗം ഞാൻ തുടങ്ങാം. ഞാൻ ആർപ്പ് വിളിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ മാത്രമല്ല, മുതിർന്നവർ ഉൾപ്പെടെ അതിൽ പ്രതികരിക്കണം. ഞാൻ ആർപ്പ് വിളിക്കുമ്പോൾ ആ താളത്തിനനുസരിച്ച് നിങ്ങൾ പ്രതികരിക്കേണ്ടത്. നിങ്ങൾ ചലച്ചിത്രങ്ങളിലൊക്കെ കണ്ടിരിക്കും ആ പ്രവർത്തനം. 1, 2, 3, 4 പറഞ്ഞേ. അതെ, ഒരുമിച്ചടിക്കണം. 1, 2, 3, 4. 1, 2, 1, 2, 3. 1, 2, 3, 4. 1, 2, 1, 2, 3. 1, 2, 3, 4. 1, 2, 1, 2, 3. ഒരു താളം. തകൃത തക തക തെയ്യന്താര പാടിയേ. തകൃത തക തക തെയ്യന്താര. തകൃത തക തക തെയ്യന്താര. തകൃത തക തക തെയ്യന്താര. ഇങ്ങനെയുള്ള വായ്ത്താരികൾ, ഇതാണ് വായ്ത്താരി എന്ന്. ഈ വായ്ത്താരികൾ ധാരാളം കിട്ടുന്ന പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങൾ വായിച്ച് അമ്മമാർ ആ താളത്തിൽ ആ വായ്ത്താരികൾ ചൊല്ലി വീട്ടിലിരുന്ന് കുട്ടികളെ കൊണ്ട് കൈയടുപ്പിച്ചൊക്കെ പാടിക്കാൻ സ്വല്പ സമയം ചെലവഴിക്കണം. ഇത് നമ്മളങ്ങനെയല്ല, നമുക്കൊരു
ഒരു ടൈം ടേബിൾ ഉണ്ട് വീട്ടിലെ അമ്മമാർക്ക്. ആ ടൈം ടേബിൾ അനുസരിച്ച് ഉറക്കപ്പറയുക. അതാണ് അച്ഛൻ കെട്ടിയ വേലി അമ്മ പൊളിച്ചിട്ട് അരി വച്ചു, അച്ഛൻ വന്നു വഴക്കിട്ടു. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, ആ 4 വരിയുടെ ആശയം മനസ്സിലായല്ലോ. അച്ഛൻ വേലി കെട്ടിയിട്ട് ആ അരി പൊളിച്ചു, അമ്മ പൊളിച്ചു. അമ്മ എന്തിനാണ് പൊളിച്ചത്? അരി വയ്ക്കാൻ, വിറകില്ല. പാടി ഉമാടി ഉമോടിയും ചാടിയും പാഠം പഠിക്കണം, നന്നായി പഠിക്കണം, നല്ലവരായി നമുക്ക് വളരണം. മാനവ സ്നേഹ സന്ദേശം പരത്തണം, പാരിനു മാതൃകയായി വളരണം. പോരുവിൻ കൂട്ടുകാരെ, പള്ളിക്കൂടം തുറന്നേ കൂട്ടുകാരെ, പള്ളിക്കൂടം തുറന്നേ. ഇവിടെ എന്തൊക്കെ ചെയ്യാം? നമുക്ക് പാടാം, ആടാം, ഓടാം, ചാടാം, പറയാം, ഒരുപോലെ ഒരു ഉച്ചത്തിൽ വിളിക്കാം. ഇതിലൊക്കെ ഉള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പഠനം നടത്തുന്നു. അല്ലാതെ ക്ലാസ് മുറിയിലാക്കി അമ്മ പൊളിച്ചിട്ട് അരി വച്ചു, അച്ഛൻ വന്നു വഴക്കിട്ടു, അമ്മ 2 വാക്ക്, അച്ഛൻ 2 വീക്ക്, ചെക്കൻ 2 പൂക്ക്. എന്തിനാ ചെക്കൻ കൂവിയത്? അച്ഛൻ 4 കാലിൽ നിന്ന് അമ്മയെ തല്ലുന്നത് കണ്ടപ്പോ ചെക്കൻ പ്രതികരിച്ചു. കൊച്ചു കുട്ടിക്ക് നമ്മുടെ പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളുടെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ അവരവരുടെ ക്ലാസ് മുറികളിലേക്ക് കയറുകയാണ്. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരും ക്ലാസ് മുറിയിലേക്ക് കയറുകയാണ്. ഇനി ഞങ്ങൾ ക്ലാസ് ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ കാർത്തിക ടീച്ചറാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. അപ്പം നമുക്ക് കാർത്തിക ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കാണാം. ക്ലാസ് എടുക്കുന്ന കൂടാതെ കുട്ടികളെ എല്ലാവരും പരിചയപ്പെടുകയും എല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ ടീച്ചർ. അപ്പൊ ഫ്രണ്ട്സ്,
ഫ്രണ്ട്സ്, നമ്മുടെ സ്കൂളിലെ പ്രവേശനോത്സവത്തിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ കൂട്ടുകാരും വീട്ടിലേക്ക് മടങ്ങുന്ന സമയമാണ്. അപ്പൊ ബൈ ബൈ. അപ്പൊ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവത്തിന്റെ വീഡിയോ ഫുൾ ആയിട്ട് അവസാനിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് ബൈ ബൈ. അപ്പൊ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പൊ അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ ബൈ.